السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നജാസത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അതിനുശേഷം മലമൂത്ര വിസർജന മര്യാദകളും നമ്മൾ പഠിക്കേണ്ടായി. ഇനി അടുത്ത നമ്മുടെ അധ്യായം അൽ വുളൂഉമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായമാണ്. അറബിയിൽ 3 പ്രയോഗങ്ങളുണ്ട്: വുളൂഅ്, വളൂഅ്, വിളൂഅ്. ഈ മൂന്നിൻ്റെയും അർത്ഥങ്ങൾ വ്യത്യസ്തങ്ങളാണ്. വുളൂഅ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർവഹിക്കുന്ന വുളൂ, നമസ്കാരത്തിന് വേണ്ടി വുളൂ എടുക്കുന്നതിനാണ് വുളൂ എന്ന് പറയുന്നത്. വളൂഅ് എന്ന് പറഞ്ഞാൽ ആ വുളൂഇന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം, വുളൂഇന് വേണ്ടി പ്രത്യേകമായി ഉപയോഗിക്കുന്ന വുളൂഇന്റെ വെള്ളത്തിനാണ് വളൂ എന്ന് പറയാം. വിളൂ എന്ന് പറഞ്ഞാൽ വുളൂഇന്റെ വെള്ളം വെച്ച പാത്രം, ആ പാത്രത്തിന് വിളൂ എന്ന് പറയും. ഇപ്പൊ 3 രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ് ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണുന്നത്. ആദ്യമായിട്ട് വുളൂ നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് അവൻ നിത്യേന എന്നോണം പലതരത്തിലുള്ള ആരാധനകൾ നിർവഹിക്കേണ്ടവനാണ്. അപ്പോൾ ആ ആരാധനകൾക്കെല്ലാം അല്ലാഹു തആല ചില നിബന്ധനകൾ, ശുറൂത്തുകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ. അത് പ്രതിഫലത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ വുളൂഅ് നിർബന്ധമാകുന്ന വിഷയങ്ങൾ പ്രധാനമായും 3 എണ്ണമാണ്. 3 കാര്യങ്ങൾക്കാണ് അല്ലാഹു തആല വുളൂഅ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് നമസ്കാരം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഫർദ് നമസ്കാരമാകട്ടെ, നഫില് അതല്ലെങ്കിൽ സുന്നത്തുകളായ നമസ്കാരങ്ങളാകട്ടെ, ഏത് നമസ്കാരത്തിനും വുളൂഅ് നിർബന്ധമാണ്. അല്ലാഹു തആല സൂറത്തുൽ മാഇദയുടെ 6-ാമത്തെ ആയത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇദാ ഖുംതും ഇല സ്വലാത്തി, നിങ്ങൾ നമസ്കാരം ഉദ്ദേശിച്ചാൽ, നമസ്കാരത്തിലേക്ക് നിന്നാൽ എന്നാണ് വാക്ക്. അതുകൊണ്ട് ഉദ്ദേശം നമസ്കാരം നിർവഹിക്കാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ, ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങൾ മുഖം കഴുകണം, കൈകൾ കഴുകണം, മുട്ടുവരെ, തല തടവണം, കാലുകളും നെരിയാണി വരെ കഴുകണം. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമസ്കാരത്തിന് വുളൂഅ് നിർബന്ധമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, സ്വലാത്തു അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ നമസ്കാരം, ഇദാ അഹ്ദസ, അവന് കീഴ്വായു പോയാൽ എന്ന് പറഞ്ഞാൽ വുളൂഅ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ, ഹത്താ യതവല്ല, വുളൂ ചെയ്യുന്നത് വരെ. അപ്പോൾ വുളൂ ഉള്ള ഒരാൾ വുളൂ മുറിഞ്ഞാൽ നമസ്കരിക്കണമെങ്കിൽ വീണ്ടും വുളൂ എടുക്കണം. അപ്പൊ അത് വുളൂഇന്റെ ഉജൂബിനെ, അത് നിർബന്ധമാണ് എന്ന ഹുക്കുമിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തഹൂർ, ശുദ്ധിയില്ലാതെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. മറ്റൊരു ഹദീസിൽ മിഫ്താഹു സ്വലാത്തി അത്ത്വഹൂർ, നമസ്കാരത്തിന്റെ താക്കോൽ അതിന്റെ ശുദ്ധിയാണ്. അപ്പോൾ അതിന്റെ തുടക്കം, അത് തുറക്കാനുള്ള ആയുധമാണ് വുളൂ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമസ്കാരത്തിന് വുളൂ നിർബന്ധമാണ് എന്ന് പറയുന്നത്. വുളൂ നിർബന്ധമാകുന്ന 2-ാമത്തെ കർമ്മമാണ് തവാഫ്. കഅബാലയത്തിങ്കലുള്ള തവാഫ് സ്വീകരിക്കപ്പെടണമെങ്കിൽ വുളൂ നിർബന്ധമാണ്. ഹജ്ജാകട്ടെ ഉംറയാകട്ടെ, വുളൂ നിർബന്ധമായിട്ടുള്ള ഒരേ കർമ്മം തവാഫ് മാത്രമാണ്. സഅയിന് വുളൂ നിർബന്ധമില്ല. മറ്റു ഏത് കർമ്മങ്ങളാകട്ടെ അതിനൊന്നും വുളൂ നിർബന്ധമല്ല. വുളൂ നിർബന്ധമാകുന്നത് തവാഫിന് മാത്രമാണ്. അതുകൊണ്ട് തവാഫിന്റെ സന്ദർഭത്തിൽ ഒരു വ്യക്തിയുടെ വുളു മുറിഞ്ഞു പോയാൽ
ആ വ്യക്തി ഉളു നിർവഹിച്ചതിന് ശേഷം വേണം പിന്നീട് തവാഫ് നിർവഹിക്കാൻ. തവാഫ് അതിന് ഉളു നിർബന്ധമാണെന്ന് പറയാനുള്ള ഒരു കാരണം ഒരു ഹദീസിൽ കാണാം, അത്തവാഫു ബിൽ ബൈത്തി സ്വലാത്തു, കാബയിലുള്ള തവാഫ് നമസ്കാരമാണ്, നമസ്കാരം പോലെയാണ്. പക്ഷെ നമസ്കാരത്തിൽ സംസാരം അനുവദനീയമല്ല, തവാഫിനിടക്ക് സംസാരം അനുവദനീയമാണ് എന്ന് മാത്രം. അപ്പൊ തവാഫും യഥാർത്ഥത്തിൽ ഒരു നമസ്കാരം പോലെ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള കർമ്മമാണ്. അപ്പോ അത് നമസ്കാരത്തിന് തുല്യമാണ് എന്നതുകൊണ്ടാണ് നമസ്കാരത്തിനെന്ന പോലെ തവാഫിനും അല്ലാഹു തആല വുളൂ നിശ്ചയിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ സ്വഹാബികളോടൊപ്പം ഹജ്ജിന് വേണ്ടി വന്നു. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു സ്വഹാബിമാരൊക്കെ ഉണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അവർക്ക് ഹൈദ് മെൻസസ് സമയം തുടങ്ങി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇഹ്റാമിലാണ്, പ്രശ്നമൊന്നുമില്ല, ഒരാൾ ആർത്തവകാരിയാണെങ്കിൽ പോലും ഇഹ്റാമിലേക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഫ്അലി മാ യഫ്അലുൽ ഹാജ്ജു, ഒരു ഹാജ് അല്ലെ ഹാജ് ചെയ്യുന്ന എല്ലാ കാര്യവും നീയും ചെയ്തു കൊള്ളുക. ഗൈറ അൻ ലാ തതൂഫി ബിൽ ബൈത്ത്, തവാഫ് ചെയ്യരുത്, ഹത്താ തതുഹുരി, ശുദ്ധിയാകുന്നത് വരെ. അപ്പൊ ഹജ്ജിന് വേണ്ടി അവർ വരുമ്പോൾ ആദ്യം വരുന്ന ആളുകൾ തവാഫുൽ ഖുദൂം ഉണ്ട്, ഉംറ ആദ്യത്തെ ഉംറ ഉണ്ട്. അപ്പൊ തവാഫും സഅയും മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിൽ തവാഫ് ചെയ്യാൻ പറ്റൂല, മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തവാഫിന് വുളൂ നിർബന്ധമാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ രണ്ട് കാര്യങ്ങളായി വുളൂ നിർബന്ധമാകുന്ന വിഷയങ്ങൾ. വുളൂ നിർബന്ധമാകുന്ന മൂന്നാമത്തെ കാര്യമാണ് വിശുദ്ധ ഖുർആൻ സ്പർശിക്കുക എന്നുള്ളത്. ഖുർആൻ ഓതലല്ല, ഖുർആൻ ഓതാൻ വുളൂവിന്റെ ആവശ്യമില്ല. ഒരാൾ മനപ്പാടുള്ളത് ഓതുകയാണ്, ആയത്തുൽ കുർസിയും ഖുൽ ഹുവല്ലാഹു അഹദൊക്കെ ഓതാം. സൂറത്തുകൾ മനപ്പാടമുള്ളത് ഓതാൻ വുളൂ നിർബന്ധമല്ല. എന്നാൽ ഖുർആൻ തൊടാൻ വുളൂ വേണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയങ്ങളിൽ ഉണ്ട്. ഏതായാലും അംർ ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവിന്റെയും അതേപോലെ തന്നെ ഹക്കീം ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും എല്ലാം പലതരത്തിലുള്ള ഹദീസുകൾ കാണാം. ലാ യമസ്സുൽ ഖുർആൻ ഇല്ലാ ത്വാഹിർ, താഹിറായ ശുദ്ധിയുള്ള ഒരാളല്ലാണ്ട് ഖുർആൻ തൊടാൻ പാടില്ല. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ വിശുദ്ധ ഖുർആൻ എടുക്കാൻ, ഖുർആൻ തൊടാനും വുളൂ നിർബന്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾക്ക് വുളൂ നിർബന്ധമാണ്. ഇനി വുളൂ എന്ന് പറയുന്നത് ആരാധനയ്ക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച ഒരു ഷർത്താണ്, നിബന്ധനയാണ്. അത് ആ ഒരു കർമ്മം ചെയ്യുന്നതിനോടൊപ്പം അല്ലാഹു തആല വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്ത ഒരു കർമ്മമാണ് വുളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അധ്യായത്തിൽ വുളൂഇന്റെ ചില മഹത്വങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് എന്തിനാണ് അറിയുന്നത് വെച്ചാൽ നമ്മൾ കഴിയുന്ന അത്രയും വുളൂഇലായിരിക്കാൻ ശ്രമിക്കുക. ഏത് സന്ദർഭത്തിലും നമുക്ക് എന്ത് ചെയ്യാം, വുളൂ എടുക്കാം. അപ്പൊ അത് നിർവഹിക്കണമെങ്കിൽ നമുക്ക് അതിനൊരു മഹത്വം, അതിന്റെ ഗുണം നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഫദ്ലുകൾ, മഹത്വങ്ങൾ വുളൂഇനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, قال سمعت رسول الله صلى الله عليه وسلم يقول إن أمتي يدعون يوم القيامة, എന്റെ ഉമ്മത്തിലെ ആളുകളെ ഖിയാമത്ത് നാളിൽ വിളിക്കും, അല്ലെങ്കിൽ ആളുകൾ വിളിക്കപ്പെടും. ഖുർറം മുഹജ്ജലീന, അവർ തിളങ്ങുന്നവരായിരിക്കുന്ന, ശരി നെറ്റിഭാഗവും മറ്റുമൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. മിൻ ആസാരിൽ വുളൂ, വുളൂഇന്റെ അടയാളത്താൽ. അപ്പൊ പരലോകത്ത് ഒരു പ്രത്യേകമായ തിളക്കം അല്ലാഹു തആല നൽകും. അത് ആർക്കുള്ളതാണ്? വുളൂ നിർവഹിച്ചിരുന്ന ആളുകൾക്കുള്ളതാണ്. വുളൂഇന്റെ ഒരു മഹത്വം അതാണ്. രണ്ടാമത്തേത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വുളൂ എടുത്തു, പൂർണ്ണമായ വുളൂ എടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വുളൂ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നബി പറഞ്ഞു, മൻ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, ഞാൻ ഇപ്പോൾ വുളൂ ചെയ്തതുപോലെ ഒരാൾ വുളൂ ചെയ്താൽ, സുമ്മ സ്വല്ലാ റക്അതൈനി, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ,
ലം യുഹദ്ദിസ് ഫീഹിമാ നഫ്സഹു, അതിൽ സ്വന്തത്തോടൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് മുഴുവൻ റബ്ബിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അവൻ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അപ്പോൾ ഇത് വലിയൊരു മഹത്വമാണ്. ഈ ഹദീസിൽ പറയുന്ന ഒരു കാര്യം, ഒന്ന് വുളു എടുത്താൽ പോരാ, എന്റെ ഈ വുളു പോലെ വുളു എടുത്താൽ എന്നാണ്. അപ്പൊ വുളുഇനും ഒരു ശൈലിയുണ്ട്. ഏത് ഇബാദത്താണെങ്കിലും ഇത്തിബാ നിർബന്ധമാണ്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ ചെയ്യല്. അത് ഇനി അങ്ങനെ ആയപ്പോൾ എന്താ കുഴപ്പം, ഇങ്ങനെ ആയാൽ എന്താ കുഴപ്പം, അത് ഇനിയിപ്പോൾ ഒന്ന് അങ്ങോട്ട് ആയാൽ എന്താ, അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഏത് വിഷയത്തിലും നിങ്ങൾ അല്ലാഹുവിനും റസൂലിനെ അനുസരിക്കുക, തഹ്തദു, നിങ്ങൾ നിർമാർഗം പ്രാപിക്കും. അത് ഏത് കാര്യത്തിലും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പഠിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെ കണ്ടോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. നമുക്ക് തോന്നിയ പോലെ നമസ്കരിച്ചാൽ പറ്റൂല. ഹജ്ജിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിന്ന് പഠിക്കണം. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, അടുത്ത കൊല്ലം ഞാൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒറ്റ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത്. അപ്പൊ സ്വഹാബിമാരൊക്കെ കൂടെ ഉണ്ട്, അവരോട് പറഞ്ഞു, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നെ കണ്ടു പഠിക്കണം. അപ്പൊ ഇസ്ലാമിലെ ഏതൊരു ഇബാദത്തും നമ്മൾ നിർവഹിക്കുമ്പോൾ അത് അല്ലാഹ് സ്വീകരിക്കുവാനുള്ള 2 നിബന്ധനകൾ, ഒന്ന് ഇഖ്ലാസാണ്, മറ്റൊന്ന് ഇത്തിബാ ആണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് നന്നാകുക, നിയ്യത്തനുസരിച്ചാണ് പ്രതിഫലം. രണ്ടാമത്തെ നിബന്ധനയാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് നിർവഹിക്കുക. അതാണ് ഈ ഹദീസിന്റെ തുടക്കത്തിൽ വന്നത്, ഞാൻ വുളു എടുത്ത പോലെ വുളു എടുത്താൽ. അപ്പൊ ആ കർമ്മത്തിന്റെ രൂപങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ അതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ വുളു എടുത്തു, പിന്നെ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവന്റെ മുൻ കഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഈ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പാപം പൊറുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതാക്കുന്ന. അപ്പൊ നമ്മളിൽ സംഭവിച്ച ഏത് തിന്മകളും ഒരു സൽക്കർമ്മം ചെയ്താൽ ആ സൽക്കർമ്മം കൊണ്ട് മാഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു തിന്മ സംഭവിച്ചാൽ അതിന്റെ പിറകെ നിങ്ങൾ നന്മയും കൂടി ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ തിന്മക്ക് പരിഹാരമാണ് ആ നന്മ. അപ്പൊ അതിലൂടെ പാപം പൊറുക്കപ്പെടും. അങ്ങനെ പല ഹദീസുകളിലും പല വിഷയങ്ങളും കാണാം. അപ്പൊ ഇമാമിന്റെ കൂടെ നമസ്കരിക്കുമ്പോ പിന്നെ ഇതാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയണം. فإنه من وافق تأمينه وتأمين الملائكة غفر له ما تقدم من ذنبه, നിങ്ങളും ഇമാമും മലക്കുകളും ഒന്നിച്ച് ആമീൻ പറയുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ അത് പുറത്തു വരുന്നു കാണാം. ഇങ്ങനെ പല കർമ്മങ്ങളിലൂടെയും പിന്നെ പാപം പൊറുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, റമളാൻ മാസത്തിൽ പ്രതിഫലേച്ഛയോടെയും ഈമാനോടെയും നോമ്പെടുത്താൽ പാപം പൊറുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പാപങ്ങൾ ഏതാണ്? പാപം 2 തരമുണ്ട്. ഒന്ന് മഹാപാപം. മഹാപാപം എന്ന് പറഞ്ഞാൽ ശിർക്ക്, വ്യഭിചാരം, മദ്യപാനം, അതേപോലെ തന്നെ അനാഥകളുടെ സ്വത്ത് അന്യായമായി തിന്നൽ, ഇങ്ങനെ 700ഓളം വരുന്ന മഹാപാപങ്ങളുണ്ട്. ഒരു ഹദീസിൽ 7 എന്നാണ്. സബുഅൽ മൂബിഖാത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്വഹാബത്ത് പറഞ്ഞു മഹാപാപങ്ങൾ 700ഓളം ഉണ്ട് എന്നാണ്. പിന്നെ ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു കിതാബുണ്ട്, അതിന്റെ പേര് തന്നെ അൽ കബായിർ, മഹാപാപങ്ങൾ എന്നാണ്. അത് മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മഹാപാപം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നരകം വാഗ്ദാനം ചെയ്ത തെറ്റുകളൊക്കെ മഹാപാപമാണ്. യഹലോകത്ത് ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ പാപങ്ങളൊക്കെ മഹാപാപമാണ്. വ്യഭിചരിച്ചവനെ ശിക്ഷ നടപ്പിലാക്കുക, ഇസ്ലാമിക ഗവൺമെന്റ് ശിക്ഷ നടപ്പിലാക്കുമല്ലോ, കട്ടവനെ കൈമുറിക്കുക, അങ്ങനത്തെ തെറ്റുകളൊക്കെ മഹാപാപങ്ങളാണ്. അള്ളയും റസൂലും ശപിച്ചു എന്ന് പറഞ്ഞ പാപങ്ങളൊക്കെ മഹാപാപങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് മഹാപാപങ്ങൾ. ഈ മഹാപാപങ്ങൾ ഇത്തരം കർമ്മങ്ങളുടെ പൊറുക്കൂല. അതിനാണ് തൗബ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, വിശ്വാസികളെ നിങ്ങൾ ആത്മാർത്ഥമായ തൗബ ചെയ്യുക. ആ തൗബയിലൂടെ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരും. വഇന്നി ലഗഫാറുൻ ലിമൻ താബ്, തൗബ ചെയ്യുന്നവന് പുറത്തു കൊടുക്കുന്ന ഗഫാറാണ് ഞാൻ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാണ്ട് പാപം പൊറുക്കാൻ ആരുണ്ട്? അങ്ങനെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ അല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ ആ പാപങ്ങൾ, അതായത് മഹാപാപങ്ങൾ, ഒരാൾ ശിർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു, ജീവിതത്തിൽ മദ്യപിച്ചിരുന്ന ആളായിരുന്നു, പലിശ വാങ്ങിയിരുന്ന ആളായിരുന്നു, വ്യഭിചരിച്ചിരുന്ന ആളായിരുന്നു, അത് നിസ്കാരം കൊണ്ട് അല്ലാഹ് പുറത്തു തരൂല, അത് ഒളു എടുത്തുകൊണ്ട് പോകൂല. അതിന് ആത്മാർത്ഥമായി തൗബ ചെയ്യണം.
അപ്പോൾ രണ്ടും വേറെ വേറെ മനസ്സിലാക്കണം. നമ്മൾ പറയാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് വലിയ വലിയ പാപങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഒതു കൊടുത്തുകൊണ്ട് മാഞ്ഞു പോയി എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. അതിന് തൗബ ചെയ്യണം. എന്നാൽ അതല്ലാത്ത നിലക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ വേറെ ചില ചെറിയ ചെറിയ തെറ്റുകളുണ്ട്. മനുഷ്യൻ എന്ന നിലയ്ക്ക് എപ്പോഴും വന്നു പോകുന്ന പാപങ്ങൾ, വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, നോട്ടങ്ങളിലൂടെ. ഒരു പെണ്ണിനെ അന്യായമായി നോക്കി, ആ നോട്ടം മഹാപാപല്ല, അത് തെറ്റാ. നോട്ടം തെറ്റാണ്, ഹറാമാണ്. അന്യ സ്ത്രീകളെ ആ ദുരുദ്ദേശത്തോടു കൂടിയുള്ള നോട്ടം ഹറാമാണ്. അതിലൂടെ ഒരാൾ എന്ത് ചെയ്യൂല, ശാശ്വതമായി നരകത്ത് പോകുന്നില്ല. ആ പാപം എന്ത് ചെയ്യും, അള്ളാഹു താല സൽക്കർമ്മത്തിലൂടെ ഇല്ലാതാക്കി കളയും. എന്നാ പെണ്ണുമായി വ്യഭിചരിച്ചാലോ, അത് നിസ്കാരത്തിൽ കൂടെ പോകൂല. അതിനെന്ത് വേണ്ടി വരും, അവൻ തൗബ ചെയ്യുകയും വേണം. അപ്പൊ ഇങ്ങനെയുള്ള മഹാപാപങ്ങൾ, പിന്നെ ചില പാപങ്ങൾ അള്ളാഹിന്റെ ഇഷ്ടമാണ്, അവൻ ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കും, ഇഷ്ടമുള്ളവർക്ക് ശിക്ഷ കൊടുക്കും. അത് അള്ളാഹിന്റെ യുക്തി പ്രകാരമാണ്. അപ്പൊ ഏതായാലും ഇവിടെ ഈ ഹദീസുകളിൽ പാപം പൊറുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ദോഷങ്ങളാണ്, ചെറു ദോഷങ്ങളാണ്. അപ്പൊ പാപം പൊറുക്കാൻ കാരണമാണ് വുളൂ. അത് വലിയൊരു അള്ളാഹ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ ചെയ്ത തിന്മകളൊക്കെ അതേപടി നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. തിന്മ ബാക്കിയായിരിക്കെ ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. സ്വർഗത്ത് പോകണമെങ്കിൽ തിന്മകളൊക്കെ ഒഴിവാകണം. അതിന് അള്ളാഹ് വെച്ച പല മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് എന്ത്, സൽക്കർമ്മങ്ങൾ. ആ സൽക്കർമ്മങ്ങളിലൂടെ ഈ പറഞ്ഞ വുളൂ അതിന്റെ ഭാഗമാണ്. അതിലൂടെ പാപങ്ങൾ അല്ലാഹു തആല മായ്ച്ചു തരും. ഇനി ഇത് രണ്ടാമത്തെ മഹത്വം. മൂന്നാമത്തേത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതവല്ലഉ റജുലുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിം വുളൂ എടുക്കുകയാണ്. അപ്പോൾ നിബന്ധന ഉണ്ട്, മുസ്ലിം ആയിരിക്കണം. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ, ഈമാൻ അല്ലാത്ത ഒരാൾ വുളൂ എടുത്തുകൊണ്ട് അവന്റെ പാപം പൊറുക്കൂല, അത് സ്വീകരിക്കുകയില്ല. ഏത് ഇബാദത്തിന്റെയും ആദ്യത്തെ നിബന്ധന എന്താണ്, ഷർത്തുകൾ വരിക, പിന്നെ അൽ ഇസ്ലാം എന്നാണ്. മുസ്ലിം ആയിരിക്കണം, പ്രായപൂർത്തി വേണം, അങ്ങനെ കുറെ നിയമങ്ങളൊക്കെ വരുമല്ലോ. അതിലൊന്ന് ഇസ്ലാമാണ്. ഏറ്റവും പ്രധാനം ഇസ്ലാം തന്നെയാണ്. അവർ മുസ്ലിമായ ഒരാൾ വുളൂ എടുത്തു, ഫയുഹ്സിനുൽ വുളൂഅ, അവൻ വുളൂഇനെ നന്നാക്കി ചെയ്തു എന്ന് പറഞ്ഞാൽ കഴുകേണ്ടതൊക്കെ കൃത്യമായി കഴുകി, വെള്ളം തട്ടേണ്ട ഭാഗത്ത് കൃത്യമായി തട്ടി, അങ്ങനെ പൂർണ്ണമായി വുളൂ എടുത്തു. ഫയുസല്ലി സ്വലാത്തൻ, അവൻ നമസ്കരിക്കുന്നു. ഇല്ലാ ഗഫറല്ലാഹു ലഹു, അല്ലാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. മാ ബൈനഹു വ ബൈന സ്വലാത്തില്ലത്തി തലീഹ, ഇപ്പൊ ളുഹർ നിസ്കരിച്ചാൽ ളുഹറിനും സുബൈക്കും അടക്കമുള്ള പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും. അതേപോലെ അസർ നിസ്കരിച്ചാൽ അപ്പോൾ വുളൂ എടുത്ത് നമസ്കരിക്കുകയാണ്, അസറിനും ളുഹറിനും അടക്കമുള്ള പാപങ്ങളൊക്കെ അല്ലാഹു തആല. അപ്പോൾ ഓരോ നമസ്കാരങ്ങൾക്കും ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു തആല വുളൂയിലൂടെ എന്ത് ചെയ്യാണ്, അവന് പുറത്തു കൊടുക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാള് നമസ്കാരത്തിന് സമയമായി, മുസ്ലിം, അവൻ വുളൂ എടുത്തു, വുളൂഇനെ നന്നാക്കി, അതിന്റെ ഖുശൂ, ഭയഭക്തിയോടുകൂടി അവൻ അത് നിർവഹിച്ചു. നമസ്കരിക്കുകയാണ്, നമസ്കാരത്തിലും അവന്റെ ഖുശൂഉം റുകൂഉം എല്ലാം നന്നാക്കിയാൽ അത് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. ഇല്ലാ കാനത കഫാറ ലിമാ ഖബലഹാ മിനദ്ദുനൂബ്, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. മാലം യുഅ്തി കബീറതൻ, മഹാപാപം ഒഴിവാക്കുന്ന പക്ഷം. അപ്പോൾ മഹാപാപം അതിൽ പെടൂല, അതിന് വേറെ തന്നെ എന്തു വേണം, തൗബ ചെയ്യേണ്ടതുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ് വുളൂഇന്റെ മഹത്വത്തെ കുറിച്ച്. ഒരാൾ വുളൂ എടുത്തു, മാമിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹ്സിനു വുളൂഅഹു ثم يقوم فيصلي ركعتين, വുളൂ എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ, മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വജീഹി, മുഖം കൊണ്ട് റബ്ബിലേക്ക് തിരിയണം, ഖൽബ് കൊണ്ടും അല്ലാഹുവിലേക്ക് തിരിയണം. എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട്, റബ്ബ് എന്നെ കാണുന്നു, എൻ്റെ ഇബാദത്ത് കാണുന്നു എന്ന കൃത്യമായ ബോധത്തോടെയും ഇഖ്ലാസോടുകൂടി നമസ്കരിച്ചാൽ, ഇല്ലാ വജബതു ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം നിർബന്ധമായി. അപ്പൊ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്, വുളൂ എന്നുള്ള കർമ്മം ഒരു നിസ്സാരമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. എപ്പോഴൊക്കെ നമുക്ക് വുളൂ എടുക്കാൻ പറ്റുമോ അപ്പോഴെല്ലാം വുളൂ നിർവഹിക്കുക. അവന് സ്വർഗം നിർബന്ധമായി എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഇത് മറ്റൊരു മഹത്വമാണ്. ഇനി വേറെ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു അവൽ മുഅ്മിനു, മുഅ്മിനായ മുസ്ലിമായ അടിമ വുളൂ എടുത്തു, ഫഗസല വജ്ഹഹു, അവൻ മുഖം കഴുകിയാൽ, ഖറജതു കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനിഹി മഅൽ മാ, അവൻ ആ പിന്നെ കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ, ഹറാമുകൾ കുറെ കണ്ടിട്ടുണ്ടാവും, അതെല്ലാം ഇങ്ങനെ മായ്ഞ്ഞുകൊണ്ടിരിക്കും.
അപ്പോൾ ഓരോ വക്തിനും ഒതു എടുക്കുമ്പോൾ ആ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കണ്ട കാര്യങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ മുഖത്ത് നിന്ന് ഒറ്റി വീഴുന്ന അവസാനത്തെ തുള്ളിയോടൊപ്പം അവന്റെ അവസാനത്തെ പാപവും ഇല്ലാതെയാകും. ഫൈദാ ഗസല യദൈഹി, കൈകൾ രണ്ടും കഴുകുമ്പോൾ ഖറജ മിൻ യദൈഹി കുല്ലു ഖതീഅത്തിൻ കാന ബതശതുഹാ യദാഹു, ആ രണ്ട് കൈ കൊണ്ട് പിടിച്ച എല്ലാ തെറ്റുകളും, പിടിക്കാൻ പാടില്ലാത്തത് പിടിച്ചത്, എടുക്കാൻ പാടില്ലാത്തത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹറാമായ ഇടപെടലുകൾ, ഇതെല്ലാം അല്ലാഹു തആല അവന്റെ ആ കൈകൾ കൊണ്ട് ചെയ്തത് ആ കൈകൾ കഴുകുമ്പോൾ അതിലൂടെ അല്ലാഹു തആല മായ്ച്ചു കളയും. ആ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം അവസാനത്തെ പാപവും പോകുന്നു. ഇതേപോലെ കാല് കഴുകുമ്പോൾ അവന്റെ ആ പാപങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയും. അവസാനം ഉളു എടുത്തു കഴിഞ്ഞാൽ ഹത്താ യഖ്റുജ നഖിയ്യം മിനദ്ദുനൂബ്, അവൻ പാപമുക്തനായി തീരുന്ന, പാപമില്ലാത്തവനായി തീരും. അത്രയും മഹത്വം ഏതിനുണ്ട്? ഉളുഇനുണ്ട്. മറ്റൊരു ഹദീസിൽ അവൻ കൈ കഴുകിയ അവന്റെ നഖത്തിനടിയിലൂടെ പോലും അവസാനം വരുന്ന വെള്ളത്തുള്ളിയിലൂടെ അവന്റെ ആ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. അതുപോലെ തന്നെ മറ്റൊരു മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെയോ? വയർഫഉ ബിഹി ദറജാത്ത്, അതിലൂടെ അല്ലാഹു പദവികളെ ഉയർത്തുകയും ചെയ്യും. പദവി ഇഹലോകത്തെ പദവിയാകാം, റബ്ബിന്റെ മുമ്പിലുള്ള സ്ഥാനമാനങ്ങൾ, ഇനി സ്വർഗത്തിലെ പദവികളാകാം, രണ്ടും അല്ലാഹു തആല നിങ്ങൾക്ക് ഉയർത്തി തരും. അങ്ങനത്തെ അതിന് പറ്റിയൊരു കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ഖാലു ബലാ യാ റസൂലല്ലാഹ്, തീർച്ചയായും പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹ്, പ്രയാസമുള്ള സന്ദർഭങ്ങളിലും വുളു പൂർത്തിയാക്കി എടുക്കുക. ഈ പ്രയാസമുള്ള സന്ദർഭം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയം, അപ്പൊ കൈയൊക്കെ നല്ല കഴുകാൻ പ്രയാസമാണ്. എന്നാലും വുളുഇന്റെ കഴുകേണ്ട ഭാഗങ്ങൾ പൂർണ്ണമായി നനയുക, അത് പൂർണ്ണമായി നിർവഹിക്കുക. പിന്നെ ഉറക്കത്തിനൊക്കെ എണീറ്റ് വന്ന എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഒതു കൊടുത്തുകൊണ്ട് വരും ചില ആളുകൾ. അതൊരു ക്ഷീണവും പ്രയാസമുള്ള സമയം തന്നെ. അപ്പൊ രോഗികളാണെങ്കിലും ഉറക്കത്തിന് എണീറ്റവനാണെങ്കിലും തണുപ്പുള്ള സമയമാണെങ്കിലും അതൊക്കെ മകാരിഹുകളാണ്, പ്രയാസമുള്ള ഘട്ടങ്ങളാണ്. ആ സന്ദർഭത്തിലും വുളുഇനെ പൂർണ്ണമായി നിർവഹിച്ചാൽ അല്ലാഹു തആല അതിലൂടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, റബ്ബിന്റെ അടുക്കൽ പദവികൾ ഉയരും. അതാണ് ഒന്ന്. മൂന്ന് കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. മറ്റൊന്ന് കസറത്തുൽ ഖുതാഇലൽ മസാജിദ്, പള്ളിയിലേക്ക് കൂടുതൽ നടക്കുക. അതായത് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാതെ അർത്ഥം പള്ളിയിലേക്കുള്ള എത്ര നമ്മൾ നടക്കുന്നു അത്രത്തോളം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. മൂന്നാമത്തേത് ഇംതിദാറു സ്വലാത്തി ബഅദ സ്വലാത്ത്, ഒരു നമസ്കാരം കഴിഞ്ഞ അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കാം. ഇനി ഈ മഗ്രിബ് കഴിഞ്ഞു, ഇശാ ഉണ്ടല്ലോ, എനിക്ക് ഇശാ നമസ്കരിക്കണം, അതിലേക്ക് മനസ്സിന്റെ ഒരു താല്പര്യം. അതേപോലെ ളുഹർ കഴിഞ്ഞാൽ ഇനി എനിക്ക് അസർ ഉണ്ട് എന്നുള്ള മനസ്സിന്റെ താല്പര്യം, അല്ലെങ്കിൽ ആ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ തന്നെ ഒതുകൊടുത്ത് കാത്തിരിക്കാം. ഇതൊക്കെ അതിൽ പെടും. ഇങ്ങനെയുള്ള മൂന്ന് കർമ്മങ്ങളിലൂടെ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുകയും റബ്ബിന്റെ അടുക്കൽ പദവിയെ ഉയർത്തി തരികയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വുളുഇന്റെ മഹത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇനി ഇതിലില്ലാത്ത വേറെ ചില ഹദീസുകളുണ്ട്. വുളുഇന്റെ അവയവങ്ങളിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടും, വുളുഇന്റെ അവയവങ്ങളിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടും എന്ന് ഹദീസുകളിൽ കാണാം. അങ്ങനെയൊക്കെയുള്ള മഹത്വങ്ങൾ വുളുഇനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വുളുഇന്റെ പൂർണ്ണമായ രൂപം. നമ്മളൊക്കെ വുളു എടുക്കുന്നവരാണ്, എന്നിരുന്നാലും അത് അതിൻ്റെതായ പൂർണ്ണമായ രൂപത്തിലൂടെ നമ്മൾ പഠിച്ചു പോവുകയാണ്. വുളുഇന്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുമ്പോൾ അതിൽ ഫർളുകളുണ്ട്, വാജിബാത്തുകൾ, പിന്നെ മുസ്തഹബ് സുന്നത്തായ കാര്യങ്ങളുണ്ട്. അപ്പോൾ വാജിബ് ഒഴിവാക്കിയാൽ വുളു ശരിയാവൂല, സുന്നത്ത് ഒഴിവാക്കിയാലോ വുളു ശരിയാകും, പക്ഷെ പ്രതിഫലം കുറയും. അപ്പോൾ വാജിബും മുസ്തഹബും, അതായത് വാജിബും സുന്നത്തും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കണം ഒരാളുടെ വുളു. അങ്ങനെയുള്ള വുളുഇന്റെ രൂപം അതിൽ ഒന്നാമത് വരുന്നത് നിയ്യത്താണ്. കൽബ് കൊണ്ട് നിയ്യത്ത് ഉദ്ദേശിക്കണം. നവാ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരുതി എന്നാണ്. ആ കരുതൽ ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്ത് കൊണ്ട് മാത്രമാകുന്നു. വെറുതെ ഒരാൾ മുഖം കഴുകി കൈ കഴുകി അത് വുളു ആവൂല. ഞാൻ വുളു എടുക്കുകയാണ് എന്നുള്ള നിയ്യത്ത് വേണം, അത് മനസ്സിൽ കരുതണം. ആ കരുതിക്കൊണ്ട് വേണം എന്ത് ചെയ്യാണ് വുളു തുടങ്ങാൻ. പിന്നെ അത്തലഫുളു ബിന്നിയ്യത്തി ബിദ്അത്തുൻ, നിയ്യത്ത് നാവ് കൊണ്ട് ലഫ്ള് ചൊല്ലി പറയൽ ബിദ്അത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അത് നമ്മൾ നവൈതു എന്ന് പറഞ്ഞിട്ട് നാവുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല.
നവൈത്തു എന്ന് പറഞ്ഞാൽ കരുതിയെന്നാ, അത് കരുതിയാൽ മതി. അത് നാവുകൊണ്ട് പറയാനുള്ളതല്ല. കാരണം അല്ലാഹു തആല ഖൽബിലുള്ളത് അറിയുന്നവനാണ്. അപ്പൊ ആ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ കരുതുകയാണ്, ഇതാ ഞാൻ ഇന്ന ഒളു നിർവഹിക്കുകയാണ്, നമസ്കരിക്കുകയാണെങ്കിൽ ആ ഇന്ന നമസ്കാരം ഇമാമോടുകൂടി ഇത്ര റക്അത്ത് നമസ്കരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യുക, കരുതുക. അത് വാവ് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല എന്നല്ല, പറയാൻ പാടില്ല എന്ന് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത് നിയ്യത്ത്. രണ്ടാമത്തേത് ബിസ്മി ചൊല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ലാ സ്വലാത്ത ലിമൻ ലാ വുളൂഅ ലഹു, വുളൂ ഇല്ലാത്തവന് നമസ്കാരമില്ല. വലാ വുളൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ പേര് പറയാത്തവന് വുളൂഉം ഇല്ല. അപ്പൊ തുടക്കത്തിൽ ബിസ്മില്ല പറഞ്ഞുകൊണ്ടായിരിക്കണം തുടങ്ങണം. അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നില്ല, പ്രത്യേകം മനസ്സിലാക്കുക. ബിസ്മില്ല പറയേണ്ട സ്ഥലങ്ങളുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ട സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ ഇനി ബിസ്മില്ല മാത്രം പറയേണ്ട സ്ഥലത്ത് എന്താ റഹ്മാനിർ റഹീം എന്ന് കൂടി കൂട്ടിക്കൊടുത്താൽ എന്താ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ചില ആളുകൾക്ക് ഇത് പറഞ്ഞാൽ ബോധ്യമാണില്ല. എന്താ ഇപ്പൊ റഹ്മാനിർ റഹീം എന്ന് കൂട്ടിയാൽ, ഒരു ബിസ്മില്ല പറയുമ്പോ എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം, പക്ഷെ ഒരു സ്ഥലത്ത് ഇന്നതാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ ആ പദം ഉപയോഗിക്കും. അപ്പൊ പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ എന്താ ചൊല്ലുക, ബിസ്മില്ലാഹി വസ്സലാം. അവിടെ റഹ്മാൻ റഹീം അവിടെ ഇല്ല. അതെല്ലാവർക്കും മനസ്സിലാവും, കാരണം അത് അങ്ങ് ചൊല്ലി പഠിച്ചതാ. എന്നാ ഓലു എടുക്കുമ്പോ ബിസ്മില്ല എന്നുള്ളൂ എന്ന് പറഞ്ഞാലോ, എന്താ റഹ്മാൻ റഹീക്ക് എന്താ പ്രശ്നം ചോദിക്കും. പള്ളിയിൽ കയറുമ്പോ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക അഊദു ബില്ലാഹിൽ അലീം ബിവജ്ഹിൽ കരീം വസുൽത്താനിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. സുദീർഘമായ പ്രാർത്ഥനയാണ്. അപ്പൊ തുടക്കം എന്താ, ബിസ്മില്ലാ. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല ഉള്ളൂ, ബിസ്മില്ലാ. എന്നാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴോ അവിടെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വേറെ രൂപമാണ്. അപ്പൊ ഏത് രൂപങ്ങളിലാണോ ഓരോ സന്ദർഭങ്ങളിലും പഠിപ്പിക്കപ്പെട്ടത് അതുപോലെയാണ് ചൊല്ലേണ്ടത്. അപ്പൊ ഉലൂവിന്റെ മുമ്പ് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ഇതാണ് രണ്ടാമത്. മൂന്നാമത് കൈപ്പത്തികൾ 3 തവണ കഴുകുക. അപ്പൊ കൈപ്പത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ കൈപ്പത്തി നനയണം. ഈ കൈപ്പത്തി, ഈ മണിക്കണ്ടം അതുവരെ നനയണം, അത് ഉൾപ്പെടെ നനയണം. ഇപ്പൊ കൈയിന്റെ അടി നനഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മുൾഭാഗം നനഞ്ഞിട്ടില്ല എന്നൊരവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല. കൈപ്പത്തി 3 തവണ കഴുകുക. അത് പിന്നെ ആദ്യം കൈപ്പത്തി കഴുകുമ്പോൾ വലത്ത് ഇടത്തുന്നില്ല, വലത്ത് ഇടത്ത് എന്നില്ല, 3 കൈയും 2 കൈയും ഒന്നിച്ചാണ് കഴുകേണ്ടത്. അപ്പോ ബക്കറ്റിൽ കൈ കൊണ്ടുപോയി മുക്കരുത്, അതൊന്നും നബി പഠിപ്പിച്ചു. ആദ്യം കൈ നബി എന്ത് ചെയ്യും, പാത്രം ചേരിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് കൈ കഴുകിയിട്ട് പിന്നെ ആ കൈ കൊണ്ട് അതിൽ നിന്ന് വെള്ളം എടുക്കുന്ന പാത്രത്തിൽ കൈയിട്ടിട്ട് ആദ്യം തന്നെ പാത്രത്തിൽ കൈ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പാടില്ല, മുക്കാന് പാടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് മലുമലത്തും ഇസ്തിൻഷാഖും ഇസ്തിൻഷാറും. മലുമലത്ത് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളമാക്കി നമ്മൾ കൊപ്പിടിക്കാന്ന് പറയും, കവിൾ കൊള്ളുക എന്നാണ് അതിന് പറയാം. കവിൾ കൊള്ളുക, വായിലിട്ട് ഇങ്ങനെ വെള്ളം കുൽക്കുഴിയാന്നും പറയും. അങ്ങനെ വെള്ളം അളക്കണം വായ, അതിനാണ് മലുമല എന്ന് പറയാം. അത് വായിലാക്കിയിട്ട് തുപ്പിയാ പോരാ, അങ്ങനെ വായിലിട്ടിട്ട് അത് ഇളക്കുക തന്നെ വേണം, അതിനാണ് മലുമലത്ത് എന്നുള്ള പ്രയോഗം. പിന്നെ ഇസ്തിൻഷാഖ്, ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം കയറ്റുക. പലരും അത് ചെയ്യാറില്ല, വെറുതെ ചിലപ്പോ വെള്ളം ഇല്ലാണ്ട് തന്നെ മൂക്കുമൊന്നും ഇങ്ങനെ കാണിക്കും. അല്ല, മൂക്കിലേക്ക് വെള്ളം കയറണം എന്ന്. എത്രത്തോളം കാണണം, ഹദീസിൽ കാണാം, ബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, നിങ്ങൾ നല്ല പോലെ വെള്ളം കയറ്റണം. ഇല്ല അൻ തകൂന സ്വായിമ, നോമ്പുകാരനാണെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പൊ അധികം വെള്ളം കയറ്റാൻ പറ്റൂല. അപ്പൊ മൂക്കിലേക്ക് വെള്ളം കയറണം. എന്നിട്ടോ വൽ ഇസ്തിൻഷാർ, ആ വെള്ളം ചീറ്റുകയും വേണം. ചില ആളുകളുടെ ഉളു കൊടുക്കല് മൂക്കിലേക്ക് വെള്ളം കയറ്റുന്ന ഏർപ്പാടെ വരാറില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണയായിക്കൊണ്ട് അപ്രകാരം ചെയ്തിരുന്നു എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മുഖം കഴുകലാണ്. 3 തവണ മുഖം കഴുകുക. മുഖം എന്ന് പറയുമ്പോൾ നമ്മൾ മുഖം കഴുകി, ഒരാൾ ഉളു എടുത്തു വന്നു, പക്ഷെ നെറ്റി നനഞ്ഞിട്ടില്ല, അതിന് ഉളു പൂർത്തിയാകുന്നില്ല. കാരണം മുഖം എന്ന് പറയുമ്പോൾ ഈ മുടിയുടെ ഈ ലാസ്റ്റ് ഭാഗം ഇവിടെ മുതൽ തുടങ്ങും. മുകളില് നമ്മളെ മുടിയുടെ കുറ്റി വരുന്നുണ്ടല്ലോ, അവിടെ മുതൽ താടിയുടെ അടിഭാഗം വരണം. ചില പണ്ഡിതന്മാര് പറഞ്ഞുകൊടുത്ത് താടി നീളത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ താടി എല്ല് കണക്കാക്കുകയാണെങ്കിൽ ഈ അടിഭാഗം വരെ വുളൂഇന്റെ വരണം, മുൻഭാഗം നീളത്തിൽ. വീതിയിലാണെങ്കിലോ ചെവിയുടെ ഈ ഭാഗം മുതൽ, ചെവി വേണ്ട, ഈ ഭാഗം, ഈ ചെവിയുടെ അറ്റം മുതൽ ഈ അറ്റം വരെ. അപ്പൊ ഇത്രയും ഭാഗം മുഴുവനായിട്ട് എന്ത് ചെയ്യണം,
നനഞ്ഞിരിക്കണം. ഒലു എടുത്തു വന്നിട്ടും മുഖത്തിന്റെ ചില സൈഡ് നനയാതെ നെറ്റി നനയാതെ ഒക്കെ ഒലു എടുത്തു വരുന്ന ആളുകളെ കാണാം. അതുകൊണ്ടാണ് പല ഹദീസുകൾ എന്ത് വന്നത്, അസ്ബഗൽ ഒലു, അസ്ബഗൽ ഒലു, ആ ഒലുവിനെ പൂർണ്ണമായി എടുക്കുക, അഹ്സനൽ ഒലു, ആ ഒലുവിനെ നന്നാക്കി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഹദീസുകൾ ധാരാളം കാണാം. അപ്പൊ ശരിക്ക് നനയുന്ന രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം നേരത്തെ നമ്മൾ കുറെ മഹത്വങ്ങൾ പറഞ്ഞു. അത്രയും മഹത്വങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇതൊക്കെ നനയേണ്ടതൊക്കെ നനഞ്ഞിട്ടുണ്ടോ എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോ മുൻഭാഗം നെറ്റിയുടെ ആ മുകൾ മുതൽ താഴെ താടിയെല്ലിന്റെ അടിഭാഗം വരെ, രണ്ട് സൈഡും ചെവിയുടെ ഈ ഭാഗം മുതൽ ഇങ്ങേ അറ്റം വരെയാണ് മുഖത്തിന്റെ കഴുകേണ്ടുന്ന ഭാഗങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വലത് കൈ മുട്ടുവരെ എന്ന് പറയുമ്പോൾ മുട്ട് ഉൾപ്പെടെ വിരലിന്റെ അറ്റങ്ങൾ, മിൻ റൂസിൽ അസ്വാബിഇ, വിരലുകളുടെ അറ്റങ്ങൾ മുതൽ അപ്പൊ ഇതുവരെ ഫുള്ള് നനയണം. പ്രത്യേകിച്ചും വിരലുകൾക്കിടയിൽ ദൽക്ക് ചെയ്യണം. ദൽക്ക് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, ഉരച്ചു കഴുകലാണ്. അപ്പൊ ആ ഉരച്ചു കഴുകൽ കൈകളുടെ പുറത്തും ഉരക്കണം, വിരലുകൾക്കിടയിലും എന്ത് ചെയ്യണം, കൈകൾ കോർത്തിട്ട് നനയാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ കോർത്ത് കഴുകണം. അത് മുട്ടുൾപ്പെടെ. തഖലീൽ എന്ന് പറയാം ഹദീസിൽ. തഖലീൽ പറഞ്ഞാല് വിരലുകൾ ഇങ്ങനെ കോർത്ത് കഴുകുക. അത് മുട്ട് ഉൾപ്പെടെ കഴുകണം. മുട്ട് നനഞ്ഞിരിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരാളെ കൈമുട്ട് നനഞ്ഞില്ല, ഇനിയിപ്പോ ചെറിയൊരു ഭാഗമല്ലേ, ഇപ്പൊ എന്താ പ്രശ്നം, അല്ല ഒരാൾ ഓതു കൊടുത്തു വന്നു, കാലിന്റെ മടമ്പിന്റെ ഭാഗം കുറച്ച് നനഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ ഓതു കൊടുത്തു വന്നു, കാലിന്റെ മടമ്പിന്റെ ഭാഗത്ത് ഒരു പൈസന്റെ, ഒരു നാണയത്തിന്റെ വട്ടത്തിൽ ഓതു കൊണ്ടിട്ടില്ല, നനഞ്ഞിട്ടില്ല. അന്ന് റസൂൽ പറഞ്ഞ വാക്ക് വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പ് ഭാഗം ശരിക്ക് കഴുകാത്ത ആളുകൾക്ക് നരകം കൊണ്ട് നാശം. അപ്പൊ അള്ളാഹ് ഒരു കർമ്മം പഠിപ്പിച്ചു തന്നാൽ ആ കർമ്മത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അത് അതേപോലെ തന്നെ നിർവഹിക്കണം. അതും സ്വഹാബികളോട് പറഞ്ഞ എപ്പോഴാണെന്നറിയോ, അവർ യുദ്ധം കഴിഞ്ഞു വരുന്ന യാത്രയിൽ നിന്നാണ്. യുദ്ധം കഴിഞ്ഞ ക്ഷീണിതരാണ് അവര്. അപ്പൊ ഇനി ഏതായാലും ഇപ്പൊ ക്ഷീണത്തിനാണ്, അവൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്നാലും ഒന്നു കൊടുത്തല്ലോ, എന്നാലും നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. നബി അവരോടാ പറഞ്ഞത് വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പ് ഭാഗം ശരിക്ക് കഴുകാത്ത ആളുകൾക്ക് നാശം. അപ്പോ കൈമുട്ട് നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം. ആദ്യം വലതു കൈയും പിന്നീട് ഇടത് കൈയും. പിന്നെ തല തടവുമ്പോൾ കയ്യിൽ വെള്ളം നനക്കുക, നമ്മൾ തള്ളവിരൽ ചെവിയിൽ വെക്കുക, ഈ മുൻഭാഗം മുതൽ മുകളിലോട്ട് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് അതേപോലെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങോട്ട് മാത്രം കൊണ്ടുപോയാൽ തല തടവലാവൂല, കൊണ്ടുപോകണം. മുഖദ്ദിമ റഅസി, തലയുടെ മുൻഭാഗത്ത് നിന്നും. എന്നിട്ട് മടങ്ങും എവിടേക്ക്, ഇലൽ മക്കാനില്ലദീ ബദഅ മിൻഹു, എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് മടങ്ങുന്ന ഹദീസ്. അപ്പോ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടേക്ക് എന്ത് ചെയ്യണം, തിരിച്ച് വരണം. അതാണ് തല തടവുന്ന രീതി. പിന്നെ ചെവി തടവലാണ്. ചെവിയും തലയും ഒന്നിച്ച പ്രവാചകൻ എണ്ണിയത്. അതുകൊണ്ട് ചെവിക്ക് വേറെ വെള്ളം എടുക്കേണ്ടതില്ല, അങ്ങനെ എടുക്കാൻ നിയമമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു ചെവിക്ക് വേറെ വെള്ളം എടുക്കാതെയാണ്. അപ്പൊ ചൂണ്ടുവിരൽ ചെവിയിൽ വെച്ചിട്ട് രണ്ട് ചെവികളും തള്ളവിരൽ കൊണ്ട് മുകൾ ഭാഗം ചെയ്യാം, തടവുക. ഇത് രണ്ടും ഒരു തവണയാണ് ചെയ്യേണ്ടത്. തല തടവലും ചെവി തടവലും ഒരു തവണയാണ്, മറ്റുള്ളതെല്ലാം സലാസ മർറാത്ത്, 3 തവണ എന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇനി അവസാനമായി വലത് കാല് 3 തവണ കഴുകുക. അത് വിരലുകളുടെ അറ്റം മുതൽ നെരിയാണി വരെ, നെരിയാണി ഉൾപ്പെടെ, നെരിയാണി കൂടി കഴുകുന്ന നെരിയാണി വരെ എന്ത് ചെയ്യണം, ആ കാലുകൾ കഴുകണം. വിരലുകൾക്കിടയിൽ, കാലുവിരലുകൾക്കിടയിൽ വിരൽ പ്രവേശിപ്പിച്ചിട്ട് കഴുകണം. അതാണ് യുഹല്ലിലു ബൈനൽ അസ്വാബിഅ, വിരലുകൾക്കിടയിൽ തഹ്ലീൽ നടത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലേക്ക് വിരൽ പ്രവേശിപ്പിച്ചിട്ട് നനവ് ഉറപ്പുവരുത്തണം. അവിടെയുള്ള വൃത്തികേടുകൾ നജസുകളൊക്കെ നീങ്ങി പോകണം. അത് ആദ്യം വലത്ത് പിന്നീട് ഇടത്ത്. അതിനുശേഷം ഒരു പ്രാർത്ഥന, 2-3 രൂപങ്ങളിൽ ഹദീസുകളിൽ പ്രാർത്ഥന വന്നിട്ടുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനകൾ നമ്മളിപ്പോ ഒറ്റ ക്ലാസ്സുകൾ കേട്ടുപോയോണ്ട് കാര്യമല്ല, ഒന്നുകിൽ നമ്മളത് എഴുതിയെടുക്കണം, അതല്ലെങ്കിൽ പിന്നീടെങ്കിലും നമ്മൾ ആ പ്രാർത്ഥന, കാരണം നമുക്ക് പ്രതിഫലം കിട്ടാനുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിച്ചു വെച്ചതുണ്ട്, അതിനപ്പുറം വേറെയുണ്ട്. അപ്പൊ അത്തരം ദുആകളൊക്കെ നിർവഹിക്കണം. അത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതാണ് ഒരു ഹദീസിൽ. വേറൊരു ഹദീസിലാണെന്ത്, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീൻ, അല്ലാഹുവേ തൗബ ചെയ്യുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ, ശുദ്ധി വരുത്തുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ.
അതിനുശേഷം സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ദുആ ഇങ്ങനെ 3 ദുആകളുണ്ട് അവിടെ. ഇത് ഏറെ മഹത്വമുള്ള സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹു തആല പാപം പുറത്തു തരാൻ വേണ്ടി പ്രധാനമായും നിശ്ചയിച്ച ദിക്റുകളിൽ ഒന്നാണത്. അതുപോലെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രത്യേകത ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിലൂടെയും ഓരോ വിഭാഗം ആളുകൾ പ്രവേശിക്കും. നോമ്പുകാർക്ക് ഒരു വാതിൽ റയ്യാൻ, ബാബുൽ ജിഹാദ് ജിഹാദിന്റെ ആളുകൾക്ക് ഒരു വാതിൽ, ബാബു സ്വതക്കകൾ കൂടുതൽ കൊടുത്ത ആളുകൾക്ക് ഒരു സ്പെഷ്യൽ വാതിൽ, അങ്ങനെ പല വാതിലുകൾ ഉണ്ടെന്നാണ്. എന്നാൽ വുളൂഇന് ശേഷം ഈ ദുആ ഒരാൾ നിർവഹിച്ചാൽ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, ഏത് വാതിലൂടെ പോകാനും അല്ലാഹു തആല അവന് പെർമിഷൻ കൊടുക്കും. അപ്പൊ അത്രയും മഹത്വം ഏതിനുണ്ട്? ഈ പറഞ്ഞ ദുആകൾക്ക് ഉണ്ട്. അതുകൊണ്ട് വുളൂഇന് ശേഷമുള്ള ദുആകളുടെ കാര്യത്തിൽ വീഴ്ച വരരുത്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം പള്ളിയിൽ ജമാഅത്ത് നടക്കുകയാണ്, ഒന്നാമത്തെ റക്അത്ത് ഇങ്ങനെ തീരാൻ പോവുകയാണ്, അൽഖാരിയത്തും അൽഖാരിയൊക്കെ ഓതിയിട്ട് അവസാനത്തെ ആയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവന് ഈ റക്അത്ത് കിട്ടും വേണം, അവന് ദുആയില്ല ഒന്നുമില്ല, ഓടിക്കതച്ച് വന്നിട്ട് ഇമാമിനോടൊപ്പം കൈ കെട്ടും. അപ്പോൾ അവിടെ ഒരുപാട് അബദ്ധങ്ങൾ കാണിക്കുന്നു. ഒന്ന്, ചിലപ്പോൾ വുളൂ പൂർണ്ണമാവില്ല ധൃതി ചെയ്താൽ. പിന്നെ ശേഷമുള്ള ദുആ അവൻ നഷ്ടപ്പെടുകയാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ ഓടി വരാൻ പാടില്ല. അലൈക്കും ബിൽ വഖാരി വസ്സകീന, ശാന്തമായി നടന്നു വരണമെന്ന. ജമാഅത്ത് കിട്ടിയില്ല അല്ലെങ്കിൽ റക്അത്ത് നഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് ഓടാൻ പാടില്ല. മാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഖ്ലു, കിട്ടിയത് നമസ്കരിക്കുക, നഷ്ടപ്പെട്ടത് വീട്ടുക എന്നാണ് ഹദീസ് ഉള്ളത്. അത് കിട്ടാൻ വേണ്ടി ഓടേണ്ട ആവശ്യമില്ല. അതൊക്കെ സുന്നത്തുകൾക്ക് എതിരാണ്. അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളും പല ആളുകളും കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നത്. ഇനി ഇങ്ങനെ ഒരാള് വുളു എടുത്ത് ആ വുളുവിന് ശേഷം പിന്നെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അതായത് വുളുവിന്റെ സുന്നത്ത് എന്നാണ് അതിന് പറയാ. അങ്ങനെ ഒരാൾ വുളുവിന്റെ സുന്നത്ത് കൂടി നമസ്കരിച്ചാൽ അവന് സ്വർഗം നിർബന്ധമായി. അതും വലിയൊരു മഹത്വമാണ്. അല്ലാഹു തആല നമുക്ക് അല്ല തന്ന അനുഗ്രഹം എന്താന്ന് വെച്ചാൽ എൻ്റെ പേരൻ്റെ വീട്, എൻ്റെ ജോലി, ശമ്പളം ഒന്നുമല്ല. അതൊക്കെ ഇപ്പൊ എന്നാണ് പോയാൽ ജോലിയില്ല, ശമ്പളമില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ആയുസ്സിൽ അല്ല നമുക്ക് ചെയ്യാൻ പറഞ്ഞ ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ റബ്ബിന് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. നമ്മുടെ ആയുസ്സിൽ അതൊക്കെ എത്ര നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ചെറിയ ചെറിയ തിന്മകളോ അതിങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയ്യാകുമ മുഹഖറാത്തി ദുനൂബ്, നിങ്ങൾ ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണം. കാരണം അതിങ്ങനെ ചെയ്ത് കുന്നുകൂടി വലിയ പാപങ്ങളായി തീരും, ധാരാളം പാപങ്ങളായി തീരും. അതേ സ്ഥാനത്ത് അപ്പുറത്ത് ചെറിയ ചെറിയ സുന്നത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം, നീ മുസ്ലിം ആയതിനു ശേഷം നിനക്ക് ഏറ്റവും പ്രതിഫലം കിട്ടും എന്ന് നീ പ്രതീക്ഷിക്കുന്ന കർമ്മം ഏതാണ്? എന്നിട്ട് നബി പറഞ്ഞു, ഞാൻ ഇന്നലെ പ്രവാചകന്മാരുടെ സ്വപ്നം വഹയാണ്, ഞാൻ സ്വർഗത്തിലായിരുന്നു. അപ്പോ എന്റെ പിന്നിന്നൊരു ചെരുപ്പ് കൊണ്ട് അങ്ങനെ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് നീയായിരുന്നു. അപ്പൊ എന്റെ പിറകിൽ ഞാൻ കണ്ടത് നിന്നെയാണ്. അപ്പൊ അതൊരു സന്തോഷ വാർത്തയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എപ്പോൾ വുളു എടുത്താലും അത് രാത്രിയാകട്ടെ പകലിലാകട്ടെ, ഇല്ലാ സ്വല്ലൈതു ബിദാലിക തുഹൂരി മാ കതബല്ലാഹു ലി അൻ ഉസല്ലി, അല്ലാഹ് എനിക്ക് നമസ്കരിക്കാൻ നിശ്ചയിച്ചേ ഞാൻ നമസ്കരിക്കും. അപ്പൊ വുളുവിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് അത് പ്രത്യേകം പുണ്യമുള്ള. അപ്പൊ രാത്രി നമ്മൾ ഉറങ്ങാൻ നേരത്തെ വുളു എടുക്കും. ആ സമയത്ത് ഇപ്പൊ നിങ്ങൾ രാത്രി നിസ്കാരം നിർവഹിക്കണില്ലെങ്കിൽ, ഉറങ്ങി എണീറ്റ് നമസ്കരിക്കുന്നവരാണെങ്കിൽ ആ വുളുവിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ച് കിടക്കുക. നമ്മൾ ജോലിക്ക് പോണവരാ, രാവിലെ കുളിച്ചിറങ്ങുമ്പോൾ വുളു എടുത്തിട്ട് ഇറങ്ങാം, 2 റക്അത്ത് നിസ്കരിച്ച് വുളുവിന്റെ സുന്നത്ത് നിസ്കരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പള്ളിയിലും വരികയാണ്. പള്ളിയിൽ വന്ന് വരികയാണെങ്കിൽ നമ്മൾ വെറുതെ വരിക, നമസ്കാര സമയമൊന്നും അല്ല, പള്ളിയിൽ കുറച്ച് ഇരിക്കാൻ വേണ്ടി വന്നു, വുളുവിന്റെ സുന്നത്ത് നമുക്ക് നിസ്കരിക്കാം. അല്ലെങ്കിൽ വെറുതെ ഒരാൾ വുളു എടുത്തു, അദ്ദേഹത്തിന് വുളുവിന്റെ സുന്നത്ത് നമസ്കരിക്കാം. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ ഇതൊക്കെ വുളുവിന്റെ മഹത്വമാണ്. ഈ പറഞ്ഞത് വുളുവിന്റെ പരിപൂർണമായ രൂപവും, അത് മൊത്തത്തിൽ അതിന്റെ രൂപം പറഞ്ഞു. ഇനി നമുക്ക് അതിൽ ഫറലുകളും സുന്നത്തുകളും വേർതിരിക്കണം. ഞാൻ അത് വേഗത്തിൽ ഓടിച്ചു പോകാം, കാരണം ഏതൊക്കെ നഷ്ടപ്പെട്ടാൽ ആ വുളു ബാത്തുലാകാന്ന് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലെ പണ്ഡിതന്മാർ ഫറലുകൾ വേറെ എണ്ണി. ഫുറൂലുൽ വുളു സിത്ത, 6 എണ്ണമാണ് വുളുവിന്റെ ഫറലുകൾ.
അത് ഫർദ് സുന്നത്ത് വേർതിരിച്ചത് എവിടുന്ന? ഖുർആൻ പറഞ്ഞു ഫഗ്സുലു വുജൂഹക്കും വൈദിയക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ മുഖം കഴുകുക, കൈ കഴുകുക എന്നൊക്കെ എണ്ണി പറഞ്ഞു. ആ എണ്ണി പറഞ്ഞതിനെയാണ് വാജിബുകളായിട്ട് കണക്കാക്കിയത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ സുന്നത്തുകളായിട്ടും കണക്കാക്കി. അപ്പൊ ഏതാ വാജിബ്? അതിൽ വാജിബില് മുഖം കഴുകൽ. ഫഗ്സുലു വുജൂഹക്കും എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, മുഖം കഴുകുക. ആ മുഖം കഴുകുമ്പോൾ അതിൽപ്പെട്ടതാണിത്. അവന്റെ വായിലേക്ക് വെള്ളം ആക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിലെ കാര്യമൊക്കെ അതൊക്കെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ വാജിബ് 2 കൈകൾ മുട്ടുവരെ കഴുകൽ. അപ്പൊ ഒരാള് ആദ്യത്തെ കൈപ്പറ്റി 3 തവണ കഴുകല്ലോ, അത് കഴുകിയില്ലാന്ന് വെക്കുക, അയാളുടെ ഉളു സ്വഹീഹാണ്. കാരണം അതെന്തല്ല, വാജിബല്ല, സുന്നത്ത എന്ന് കരുതിയിട്ട്, സുന്നത്താന്ന് കരുതിയിട്ട് ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഒഴിവാക്കാം. എപ്പോ ഒരാൾ വളരെ പ്രയാസത്തിലാണ്, നല്ല ബുദ്ധിമുട്ടിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടിലാണെങ്കിലും പൂർണ്ണമായിട്ട് ഒതു കൊടുക്കുക പറഞ്ഞല്ലോ, പ്രതിഫലമുള്ള കാര്യമാണ്. എന്നാൽ ഒരാൾക്ക് ചിലപ്പോ നല്ല പ്രയാസമുണ്ട്, അല്ലെങ്കിൽ തീരെ തണുപ്പ് പറ്റാത്ത ഒരാളാണ്, അതല്ലെങ്കിൽ എന്തോ ഒരു നിർണായക ഘട്ടമാണ്. അങ്ങനെയൊക്കെ ആവുമ്പോ അപ്പൊ ആ സുന്നത്ത് അപ്പൊ തൽക്കാലം ഒഴിവാക്കാം. അതുകൊണ്ട് വിരോധമല്ല, അല്ലാതെ എന്നും അത് സുന്നത്താന്ന് പറഞ്ഞ് ഒഴിവാക്കാനല്ല. അപ്പൊ ആ സുന്നത്തുകളോട് കൂടി ആയിരിക്കണം ഒന്ന് നിർവഹിക്കേണ്ടത്. എന്നാൽ അതിലെ വാജിബുകളെ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? അതിൽ വേറെ എണ്ണി. ആ വാജിബ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ ഒന്ന് മുഖം കഴുകലാണ്. പിന്നെ രണ്ടാമത്തേത് 2 കൈകൾ മുട്ടുവരെ കഴുകലാണ്. അത് ആദ്യം വലതും പിന്നെ ഇടതും. പിന്നെ മൂന്നാമത്തെ വാജിബ് തല തടവൽ. അത് തല തടവാന്ന് പറയുമ്പോൾ അതിൽ ഏതും ഉൾപ്പെടും, ചെവി തടവലും ഉൾപ്പെടും. പിന്നെ ഇതാണ്, ഇങ്ങനെ 3 വാജിബുകളായി. ഈ തല തടവുന്നതിനെ കുറിച്ച് ചില ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അത് നമ്മൾ ചുരുക്കി മനസ്സിലാക്കുക. തല തടവല് പിന്നെ 3 രൂപത്തിലാണ്. ഒന്ന്, തല നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തടവ്, മുഴുവൻ തടവ്. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഈ തലപ്പാവ് ധരിക്കുന്ന ആളുകളുണ്ട്. നാട്ടിലെ വേഷം എന്ന നിലക്ക് തലപ്പാവ് ധരിക്കാറ് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ചെയ്യണ പോലെ ഈ ദിവസവും 5-6 നേരം അയച്ചു കിട്ടുന്ന തലപ്പാവല്ല. ഈ സുഡാനികളൊക്കെ നിങ്ങൾ കാണാം, വലിയ തലപ്പാവ്. അപ്പൊ അഫ്ഗാനികൾ അത് അവരെ കുപ്പായം പോലെ ധരിക്കണം, എപ്പോഴും ഉണ്ടാവും. അത് അവരുടെ വേഷമാണ്. അത് അഴിച്ചു വെക്കാനും പിന്നെ കെട്ടാനൊക്കെ പ്രയാസമാണ്. അങ്ങനെ സ്ഥിരം തലപ്പാവുള്ള അതിന് അമാമത്ത് എന്നാണ് പറയാം. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാം? തലപ്പാവിന്റെ മുകളിലൂടെ മുഴുവനായിട്ട് തടവാം. അപ്പൊ തലപ്പാവിന്റെ മുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, തലപ്പാവിന്റെ മുകളിലൂടെ തടവിയിട്ടുണ്ട്. റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ അമാമതിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവിന് മുകളിലൂടെ തടവുന്നത് ഞാൻ കണ്ടു എന്ന് ആര് പറയുന്നുണ്ട്? മഹാനായ അംർ ബിനു ഉമയ്യ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നുണ്ട്. പക്ഷെ തലപ്പാവിൽ തടവണമെങ്കിൽ നിയമമാറുണ്ട്. അതെന്താ? സോക്സിൽ തടവുന്ന ഷൂ ഇട്ട ആൾക്ക് ഒതു എടുക്കുമ്പോൾ ഷൂ ഊരണ്ട, ഷൂമ തടവിയാൻ പറ്റും. പക്ഷെ അതിന് നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? ആ ഷൂ ധരിക്കുന്നതിന് മുമ്പ് ഒതു കൊടുത്തിരിക്കണം. ഇപ്പൊ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്, യാത്ര പോവുകയാണ്, ഈ വെള്ളം എല്ലായിടത്തും കിട്ടിയേക്കോളൊന്നുമില്ല, അല്ലെങ്കിൽ വെള്ളം കിട്ടിയാൽ തന്നെ ഷൂ ഊരാനൊക്കെ പ്രയാസം ഉണ്ടാവും. വഴിയിൽ വെച്ച് നമസ്കരിക്കുകയാണ്, ഉള്ള വെള്ളം കൊണ്ട് ഒതു എടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഷൂ ഊരണ്ട, അതിന് മുകളിൽ തടവിയാൻ പറ്റും. അപ്പൊ പക്ഷെ മുകളിൽ തടവണമെങ്കിൽ എന്ത് വേണം? അവൻ ആ ഷൂ ധരിക്കുന്നതിന് മുമ്പേ വുളൂ ചെയ്തിരിക്കണം. അതേപോലെ ഈ പറഞ്ഞ തലപ്പാവിന്റെ നിയമം എന്താണ്? ഈ തലപ്പാവ് ധരിക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തിരിക്കണം? വുളൂ എടുത്ത ശേഷം തലപ്പാവ് ധരിച്ച ആളായിരിക്കണം. അവർക്ക് ആ തലപ്പാവിന് മുകളിൽ തടവാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ രീതി. ഒന്ന്, തല മുഴുവൻ തടവുക. രണ്ടാമത്തെ, തല മുഴുവൻ മറഞ്ഞിരിക്കുന്ന തലപ്പാവ് മുഴുവൻ തടവുക. മൂന്നാമത്തെ രൂപമുണ്ട്, തലപ്പാവ് കുറച്ച് കയറിയിരുന്നിട്ട് നെറ്റിയും തലയും കുറച്ച് തടവുക, പിന്നെ തലപ്പാവ് തടവുക. അപ്പോഴും തടവിൽ ഇവിടെ വരണം. നെറ്റിയും തലയും കഴിഞ്ഞ് കുറച്ച് ഭാഗമുണ്ട്, പിന്നെ തലപ്പാവ കുറച്ച് നീക്കി വെച്ചിട്ട് പിന്നെ തലപ്പാവിന് മുകളിലൂടെ തടവ്. ഈ 3 രൂപങ്ങളും അനുവദനീയമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ സ്വീകരിച്ച അഭിപ്രായം ഇതാണ്. തലപ്പാവ് കുറച്ചെങ്കിലും നീക്കി വെച്ചിട്ട് നെറ്റിയും തലയും ഉൾപ്പെടെ കുറച്ച് തടവിട്ട് ബാക്കി അവിടെ തടവുക, തലപ്പാവിൽ തടവുക എന്നുള്ളതാണ്. ഈ 3 രൂപങ്ങളാണുള്ളത്. ഇതല്ലാത്ത നമ്മൾ നാളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപം ഉണ്ടല്ലോ, നെറ്റിമ ഇങ്ങനെ 3 തവണ ആക്കല്, അതൊരിക്കലും എന്തല്ല, തല തടവലല്ല, അത് അംഗീകരിക്കപ്പെട്ടതുമല്ല. തല തടവൽ ഇങ്ങനെ തന്നെ തടവൽ വാജിബാണ്. പല ആളുകൾക്കും അതിന്റെ ഗൗരവം പോലും അറിയില്ല.
അതങ്ങനെ ആരൊക്കെ കണ്ട് കേട്ട് അങ്ങനെ വന്നിട്ട് ഇപ്പൊ 3 തവണ ഇങ്ങനെ ചെയ്യുന്നൊരു ഏർപ്പാട് അത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾക്ക് എതിരായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്ര അബദ്ധങ്ങൾ സംഭവിക്കരുത്. അപ്പൊ ഇങ്ങനെയാണ് 3 രൂപത്തിലുള്ള തലപ്പാവിൽ തലപ്പാവിൽ തടവുന്ന രൂപം. ഇനി അപ്പോൾ 3 വാജിബുകൾ പറഞ്ഞു. അതിൻ്റെ ഇടക്ക് തല തടവിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. 4ാമത്തെ വാജിബ് കാല് നിര്യാണി വരെ കഴുകലാണ്. ആ നിര്യാണി വരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നനഞ്ഞ് അത് മുഴുവനായിട്ട് കഴുകണം, വാജിബാണ്. ഈ വാജിബുകൾ പിന്നെ എന്താ പറയാ, തെർത്തീബോട് കൂടി നിർവഹിക്കുക. അതാണ് 5ാമത്തെ വാജിബ്. തെർത്തീബോട് കൂടി നിർവഹിക്കാറ് ഒരാൾ ആദ്യം കാല് കഴുകി, പിന്നെ മുഖം കഴുകി, പിന്നെ കൈ കഴുകി, പിന്നെ തല തടവി, അങ്ങനെ പറ്റൂല. ഏത് ക്രമത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് അതേ ക്രമത്തിൽ ചെയ്യുക. തെർത്തീബ് എന്ന് പറയും. അതാണ് പിന്നെ ക്രമം പാലിക്കൽ. അത് 5ാമത്തെ വാജിബാണ്. 6ാമത്തെ വാജിബ് അൽ മുവാലാത്ത്, തുടർച്ച. എന്ന് പറഞ്ഞാൽ ഒരാള് ഉളു തുടങ്ങിയിട്ട് മുഖം കഴുകിയപ്പത്തിന് വേറെന്തോ ആവശ്യത്തിന് പോകേണ്ടി വന്നു, പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നിട്ട് പിന്നെ ബാക്കി കഴുകുകയാണ്. അത് പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം മുതൽ തുടങ്ങണം. കാരണം തുടർച്ച നഷ്ടപ്പെട്ടു. അപ്പൊ ഈ കർമ്മങ്ങൾ ചെയ്യാതെ പിന്നെ വേറെ പണിക്ക് പോകരുത്. അത് തുടരെ ഒന്നിന് മുഖം കഴിഞ്ഞ അടുത്തത്, അത് കഴിഞ്ഞ അടുത്തത്, പിന്നെ കാല്, അങ്ങനെ കാല് വരെ ഓരോന്നും പിന്നെ തുടർച്ചയായിട്ട് ചെയ്യാം. ഒരാള് നമസ്കരിക്കാൻ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കാല് പിന്നെ ഉളൂവിന്റെ ശേഷം കണ്ടപ്പോ കാലിന്റെ മുകൾ ഭാഗത്തിൽ കുറച്ച് ഭാഗം നനഞ്ഞിട്ടില്ല, വെള്ളം തെറ്റിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? പോയിട്ട് ഉളു എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയിട്ട് ഉളു എടുക്കുക. അപ്പൊ ഉളു എടുത്തു വന്ന ശേഷം പിന്നെ ആ കാലിന്റെ ഭാഗത്ത് നനവ് എത്താത്തത് കൊണ്ട് വീണ്ടും പോയിട്ട് ഉളു എടുക്ക് എന്ന് നമസ്കരിക്കാൻ നിന്ന ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഉളുവിൽ തുടർച്ച വേണമെന്നാണ്. കാരണം തുടർച്ച ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? പോയിട്ട് ആ ഭാഗം മാത്രം നനച്ചു വന്നാൽ മതി. പക്ഷെ അതിന്റെ ഇടയിൽ വേറെ കുറെ പണികൾ ഇവിടെ വന്നു. പള്ളിയിൽ നടന്നു വന്നു, പള്ളിയിൽ നിസ്കരിക്കാൻ നിന്നു, നമസ്കരിക്കുമ്പോ കണ്ടു എന്നാണ് ഹദീസിൽ. അങ്ങനെയാണ്, ഒരാൾ നമസ്കരിക്കുന്നു, അദ്ദേഹത്തിന്റെ കാലിന്റെ പുറം ഭാഗത്ത് ചെറിയൊരു ഭാഗത്ത് വെള്ളം നനയാത്തതുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നടന്നു വന്നു, നിസ്കരിക്കാൻ നിന്നു, ഈ പണികളൊക്കെ ചെയ്തു. അപ്പൊ ഇനിയൊരു ക്രമം അവിടെ വരുന്നില്ല. അപ്പൊ ആദ്യം മുതൽ ഒതു എടുക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും അദ്ദേഹം ഒതു എടുത്തുകൊണ്ട് പിന്നീട് തിരിച്ചു വരികയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് ആ ഹദീസിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു തുടർച്ച, ഈ പറഞ്ഞ 6 വാജിബുകളാണ് വുദൂഇന് ഉള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي
على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله അപ്പോൾ 9 പിന്നെ വാജിബുകൾ പറഞ്ഞല്ലോ, തുടർച്ച. അതാണ് അല്ല 9 അല്ല 6 വാജിബുകൾ. നമുക്ക് അടുത്തത് ഉളൂവിന്റെ ഷർത്തുകൾ. ഉളൂ സ്വീകരിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. അത് ഒന്നാമത്തെ നിബന്ധന ഇസ്ലാം, മുസ്ലിം ആവുക. ഇസ്ലാം അല്ലാത്ത ഏതൊരു മതം സ്വീകരിച്ചവനാണെങ്കിലും അയാൾ ചെയ്ത കർമ്മങ്ങൾ റബ്ബിനടുക്കൽ എന്തല്ല സ്വീകാര്യമല്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത ഒരു മതം ഒരാൾ സ്വീകരിച്ചാൽ ആ മതവും അല്ലാഹു സ്വീകരിക്കൂല, അവ ചെയ്യുന്ന കർമ്മങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കൂല. രണ്ടാമത്തേത് അഖ്ല്, ബുദ്ധിയുള്ള. ഇപ്പൊ ഭ്രാന്തന്മാർ, അവരുടെ ഒന്നും ഒന്നും സ്വീകാര്യമല്ല. അവർ കുറ്റക്കാരല്ല. ഇനി ഒന്നും എടുത്തില്ലെങ്കിൽ അവർക്ക് കുറ്റമല്ല, അവർക്ക് അതിന്റെ പേര് ശിക്ഷ കിട്ടൂല. അതാണ് അഖ്ൽ ഉണ്ടാകുക, ബുദ്ധി ഉണ്ടാകുക. മൂന്നാമത്തേത് വകതിരിവ്, പക്വത എത്തണം. ചെറിയ കുട്ടികൾ ചിലർക്ക് അഖ്ലുണ്ട്, പക്ഷെ എന്തായിട്ടില്ല, വകതിരിവായിട്ടില്ല. നമ്മൾ പ്രായപൂർത്തി എന്നൊക്കെ പറയണ്ടല്ലോ. ബുദ്ധിയും പക്വതയും വേറെയാണ്, വകതിരിവും ബുദ്ധിയും വേറെയാണ്. അപ്പോ ഇസ്ലാം, ബുദ്ധി, വകതിരിവ്, പിന്നെ നിയ്യത്ത്. അഞ്ചാമത്തേത് ഉളൂഇന്റെ കർമ്മം പൂർത്തിയാകുന്നത് വരെ അത് ഉളു ഒഴിവാക്കൽ നിയ്യത്തിൽ വരാൻ പാടില്ല. ഇടക്ക് വെച്ച് ഞാൻ ഉളു ഒഴിവാക്കുകയാണെന്ന് മനസ്സിൽ വരരുത്. അപ്പോൾ ബാക്കിയുള്ള കർമ്മത്തിന് നിയ്യത്തില്ല. ഞാൻ ഇപ്പൊ ഒരാൾ ഉളു എടുത്ത് മുഖം കഴുകി കൈ കഴുകിയിട്ട് പിന്നെ ഉളു ഇല്ലാന്ന് നിയ്യത്താക്കുകയാണ്. ഞാൻ ഉളു എടുക്കണില്ല എന്ന് നിയ്യത്ത് കരുതിയാൽ പിന്നെ ബാക്കിയുള്ള ഉളു ഇല്ല. അപ്പൊ ഉളുവിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ത് വേണം? നിയ്യത്ത് പൂർത്തിയായിട്ടാണ്. അത് ഉളുവിന് മാത്രമല്ല, നമസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ത് വേണം? ആ നമസ്കാരത്തിലാണെന്നുള്ള ബോധമാണ്, നമസ്കരിക്കാന്നുള്ള നിയ്യത്ത് ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ അഞ്ചാമത്തെ ഷർത്ത്. ആറാമത്തെ ഷർത്ത്, ഉളൂഇനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ നിൽക്കണം. ഇപ്പൊ മൂത്രമൊഴിക്കുന്നുണ്ട്, മൂത്രം വരുന്നുണ്ട്, മൂത്രമൊഴിക്കുകയും ചെയ്യാം, പിന്നെ ഒന്നു കൊടുക്കുക, പിന്നെ അതിന്റെ ഇടയ്ക്ക് പിന്നെ മൂത്രമൊഴിക്കുക, അത് പറ്റൂല. മൂത്രമൊഴിക്കൽ നിർത്തണം. അതാണ് ഇൻഖിതാഉ മൂജിബിന്ന, ഉളൂഇനെ വാജിബാക്കുന്ന സംഗതികൾ നിലച്ചു പോകണം. കീഴ്വായു പോകുന്നുണ്ട്, ഒന്നു കൊടുക്കുന്നുണ്ട്, പിന്നെ അവന് ഒന്നു കൊടുക്കുകയാണ്, വാക്കി തുടരുക, പിന്നെ കീഴ്വായു പോവുക, അത് പറ്റൂല. കാരണം അത് ഉളു മുറിയുന്ന കാര്യമാണ്. ആ ഉളു മുറിയുന്ന, ഉളൂഇനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ അവസാനിക്കണം. എന്നിട്ട് വേണം അവൻ എന്ത് ചെയ്യാൻ? ഉളു എടുക്കാൻ. അതുപോലെ ഏഴാമത്തെ നിബന്ധന, ഉളൂഇന് മുമ്പ് മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കല്ലുകൊണ്ടോ വെള്ളം കൊണ്ടോ വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് നിന്ന് വൃത്തിയാക്കാതെ വന്ന് അവന് ഒതു കൊടുക്കാൻ പാടില്ല. വെള്ളം കൊണ്ടോ കല്ലുകൊണ്ടോ എന്തുകൊണ്ടാണ് വൃത്തിയാക്കാൻ പറ്റുക, അത് വൃത്തിയാക്കണം. അത് ഏഴാമത്തെ നിബന്ധന. എട്ടാമത്തെ ഷർത്ത്, ഉളൂഇന് ഉപയോഗിക്കുന്ന വെള്ളം തഹൂറായിരിക്കണം, അനുവദനീയമായിരിക്കണം. വെള്ളം, മോഷ്ടിച്ച വെള്ളം, കട്ടെടുത്തുവിടുന്ന വെള്ളം പറ്റൂലെന്ന്. പിന്നെ ത്വാഹിർ അല്ലാത്ത വെള്ളം, അതും പറ്റൂല. അപ്പൊ വെള്ളം തഹൂറുമായിരിക്കണം, മുബാഹുമായിരിക്കണം. വെള്ളം ശുദ്ധിയായിരിക്കണം, അനുവദനീയമായ വെള്ളമായിരിക്കണം. ഇപ്പൊ കള്ള് കലർന്ന വെള്ളം
അത് നജസുള്ള വെള്ളമാണ്. അത് ഇബാഹത്ത മുബാഹാവൂല, അനുവദനീയമാവൂല. അപ്പോൾ വെള്ളം താഹിറുമായിരിക്കണം, തൊഹൂറുമായിരിക്കണം, അനുവദനീയവും ആയിരിക്കണം. ഇതാണ് 8ാമത്തേത്. 9ാമത്തേത് തൊലിയിലേക്ക് വെള്ളം എത്താൻ തടസ്സമാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യണം. അതായത് ഇപ്പൊ പെയിന്റ് കട്ടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒതു എടുക്കുമ്പോൾ വെള്ളം തട്ടൂല. അപ്പൊ പെയിന്റ് അത് നീക്കം ചെയ്യണം. പ്രത്യേകിച്ചും ഈ വിരലിലൊക്കെ ഷൂട്ടക്സ് ഇടുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, അത് നഖത്തിലേക്ക് വെള്ളം തട്ടൂല. അതൊരു മറയാണ്. മൈലാഞ്ചിയിൽ പെടൂല. മൈലാഞ്ചി കളറ് മാത്രമാണ് അത്. അപ്പൊ തൊലിപ്പുറമെ വുളൂഇന്റെ അവയവങ്ങളുടെ ഏത് ഭാഗത്താണ് ഇവിടെ വളഞ്ഞൊട്ടിയിരിക്കുന്നുണ്ട്, ആദ്യം വളഞ്ഞു നീക്കം ചെയ്യണം. കാരണം ആ വളഞ്ഞുള്ള ഭാഗത്ത് പിന്നെ എന്ത് ചെയ്യൂല, അവിടെ വെള്ളം തട്ടൂല. അപ്പൊ അതാണ് തൊലിയിലേക്ക് വെള്ളം തട്ടാൻ തടസ്സമാകുന്ന വസ്തുക്കളെ നീക്കം ചെയ്യണം. സ്ഥിരമായി ഈ ഒന്നുമുറിയുന്ന അവസ്ഥയുള്ള രോഗങ്ങളുള്ള ആളാണെങ്കിൽ അവന്റെ നിർബന്ധ നമസ്കാരത്തിന് സമയത്തോടടുത്തായിരിക്കണം ഒന്നു നിർവഹിക്കേണ്ടത്. അവന്റെ നിബന്ധനയാണ്. അതായത് ഒരാൾക്ക്, ചില ആൾക്കാർക്ക് മൂത്രവാർച്ചന അസുഖം ഉണ്ടാവും. അവന് മഗ്‌രിബ് നിസ്കരിക്കാൻ 2 മണിക്കൂർ മുമ്പ് ഒതു കൊടുത്ത് വെക്കാൻ പറ്റൂല. മഗ്‌രിബ് എന്ന ഫർദിനോട് ചേർന്ന് ഒതു കൊടുക്കണം. പിന്നെ ഒതു കൊടുത്തിട്ട് നിസ്കരിക്കുമ്പോൾ മൂത്രം വരികയാണ്, രോഗത്തിന്റെ ഭാഗമായിട്ട്, അത് പ്രശ്നമല്ല. നേരത്തെ തന്നെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഒതു കൊടുത്ത് ഇരുന്ന് മൂത്രം ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ പോയി നിസ്കരിക്കാതെ പറ്റൂല. ആ നമസ്കാരത്തോടനുബന്ധിച്ച് ഒതു കൊടുത്തിട്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ചില ആളുകൾക്ക് കീഴ്വായു അധികമായി പോകുന്ന അസുഖം ഉണ്ടാവും. അസുഖം എന്ന നിലയ്ക്ക് ഇങ്ങനെ അവന്റെ നിയന്ത്രണത്തിലല്ലാണ്ട് പോകുന്ന ആളുകളുണ്ടാവും. അപ്പൊ അത്തരം ആളുകൾ അരമണിക്കൂർ മുമ്പ് ഒതു കൊടുത്ത് വെക്കാൻ പറ്റൂല. അവനെന്ത് ചെയ്യണം, ആ മഗ്‌രിബ് വാങ്ങി കൊടുത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷങ്ങളിൽ ഒതു കൊടുക്കുക, എന്നിട്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. നമസ്കരിക്കുമ്പോഴും കീഴ്വായു ചിലപ്പോൾ അവന് പോയി എന്ന് വരാം, രോഗത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കേട്ടോ. അവന് ആ പോക്കം തന്നെ അവന് നമസ്കാരത്തിന് പ്രശ്നമല്ല. കാരണം അത് അവന്റെ രോഗമാണ്, അവന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തതാണ്. പക്ഷെ ഇത്തരം ആളുകൾ നേരത്തെ ഒതു കൊടുത്തു വെക്കാൻ പാടില്ല. അതാണ് ഒരാൾക്ക് ഹദസ് ദായിമായിട്ട് സ്ഥിരമായിട്ടുണ്ടാകുന്ന അസുഖമുള്ള ആളുകളാണെങ്കിൽ ആ ഫർദിനോട് അടുത്ത സമയത്ത് ഫർദിന്റെ സമയമായിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒതു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഒരധ്യായം കൂടി വായിച്ച് നിർത്താം ഇൻഷാ അല്ലാഹ്. സുനനുൽ വുളൂഇലെ സുന്നത്തുകൾ. അപ്പൊ ഈ പറഞ്ഞ വാജിബുകളും ഷർത്തുകളും കഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് എന്താണ്, സുന്നത്തുകളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ആ നിയത്തോടു കൂടി തന്നെ അറിഞ്ഞുകൊണ്ട് നിർവഹിക്കുക. അത് പ്രതിഫലമുള്ള കാര്യമാണ്. അതിലൊന്നാണ് പല്ല് തേക്കൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ 2 കൈപ്പത്തികൾ തുടക്കത്തിൽ കഴുകൽ. ആദ്യം കഴുകുന്ന 2 കൈപ്പത്തി അത് സുന്നത്താണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് വരുന്ന കൈ മുട്ടുവരെ കഴുകൽ എന്താണ്, വാജിബുമാണ്. അപ്പൊ ഈ 2 കൈപ്പത്തി 3 തവണ കഴുകൽ, അതാണ് 2ാമത്തെ സുന്നത്ത്. 3ാമത്തേത് ദൽക്ക് എന്ന് പറഞ്ഞാൽ ഈ കൈ തണ്ട ഇതങ്ങനെ ഒരതി കഴുകണം എന്നാണ്. ഒതെടുക്കുമ്പോൾ നമ്മൾ കൈയിന്റെ ഈ തണ്ടൊക്കെ നല്ല ഉരച്ച് കഴുകുക. ഉരച്ച് കഴുകൽ എന്താണ്, സുന്നത്തിൽ പെട്ടതാണ്. അങ്ങനെ വല്ലാണ്ട് ഉറക്കാണ്ട് ഒരാൾ വെള്ളം ഇങ്ങനെ ആക്കിയാലും ഉളു ആയി. പക്ഷെ ഉരച്ച് കഴുകൽ എന്താണ്, സുന്നത്തിന്റെ ഭാഗമാണ്. പിന്നെ 4ാമത്തെ സുന്നത്ത് ഉളുഇന്റെ അവയവങ്ങൾ 3 തവണ കഴുകൽ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്തു, തവല്ലഅ സലാസൻ സലാസ, 3 ഉളു എടുത്തിട്ടുണ്ട്. തവല്ലഅ മറത്തൈനി മറത്തൈനി, ഈ 2 തവണ കർമ്മങ്ങൾ ചെയ്തിട്ട് ഉളു എടുത്തിട്ടുണ്ട്. തവല്ലഅ മറത്തൻ മറത്തൻ, ഒറ്റ തവണ ആയിട്ട് ഉളു എടുത്തിട്ടുണ്ട്. അപ്പൊ 1 തവണ ഇതൊക്കെ കഴുകലാണ് വാജിബ്. 2ഉം 3ഉം ആക്കൽ എന്താണ്, സുന്നത്ത. അതൊരു പൂർണ്ണതയാണ്. ആ പൂർണ്ണതയിൽ ചുരുങ്ങിയതാണ്, അതിന്റെ പൂർണ്ണതയാണ് ഇത് 3 എന്നുള്ളത്. അതിന്റെ അപ്പുറം കൊണ്ടുപോകാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. ചില ആളുകൾ മുഖം കഴുകി വീണ്ടും കഴുകി, അതിന് കണക്കൊന്നുമില്ല, അങ്ങനെ ഔദിൽ നിന്നിട്ട് വെള്ളം ഇങ്ങനെ കഴുകി, അത് പറ്റൂല. കാരണം അവിടെ പ്രവാചകൻ പറഞ്ഞ കണക്കിന്റെ അപ്പുറം പോവുകയാണ്. ഇനി അഥവാ ചിലപ്പോൾ 3 തവണ കഴുകിയിട്ട് ഒരിക്കൽ വെള്ളം വീണ്ടും ഒന്ന് കഴുകേണ്ടി വന്നു, എൻ്റെ പൊടിയോ എന്തെങ്കിലും തടസ്സം തോന്നിയോ വൃത്തിയായിട്ടില്ല തോന്നി, 4ാമത്തൊരു കഴുകൽ ആവശ്യമായി വന്നാൽ കഴുകാം, അതിന് വിരോധമല്ല. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ 3ഉം 4ഉം 5ഉം കണക്കില്ലാണ്ട് മുഖം ഇങ്ങനെ കഴുകുക. അതേപോലെ കൈ കഴുകുന്ന ആളുകൾ ഒന്ന് പൈപ്പൺ തിരിച്ചെടുത്ത് അത്രയൊന്നും കണക്കൊന്നുമില്ല, കൈ ഇങ്ങനെ കഴുകുക തന്നെ, അത് പറ്റൂല. അപ്പോ 3 കണക്ക്, 1 വാജിബ്, 3 വരെ എന്താണ്, സുന്നത്താണ്. അപ്പൊ ഒരാൾ രോഗിയായി കിടക്കുന്ന ആളാണ്, ഒന്നു കൊടുത്ത് നിസ്കരിക്കുകയാണ്. അപ്പൊ 3 ചിലപ്പോൾ കഴുകാൻ കഴിഞ്ഞോളൊന്നുമില്ല. അതായത് ക്ഷീണം പ്രയാസമൊക്കെ വരുന്ന ആളുകൾക്ക് അത് അറിയുള്ളൂ. അപ്പൊ അയാൾ 1 തവണ കഴുകിയാൽ മതി. കുറച്ചൊക്കെ ഉഷാറാണോ, 2 തവണ കഴുകുക. നല്ല ഉഷാറാണോ, സാധാരണ പോലെ നമ്മളെ പോലെ 3 തവണ കഴുകുക.
അപ്പൊ ഇതാണ് അതിന്റെ രീതി. ഒന്ന് വാജിബാണ്, രണ്ടും മറ്റൊക്കെ എന്താണ് സുന്നത്താണ്. 3 രീതികളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വുളുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തേത് വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന. ഒരാളിപ്പോൾ വുളുവിന് ശേഷം പ്രാർത്ഥിച്ചില്ല എന്ന് കരുതിയിട്ട് വുളു സ്വീകരിക്കാതിരിക്കൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? മഹത്വവും പ്രതിഫലവും ഉണ്ട്. ആറാമത്തേത് വുളുവിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. റക്അത്തയിൽ വുളു എന്ന് പറയാം, വുളുവിന്റെ സുന്നത്ത്. ഏഴാമത്തേത് പിന്നെ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് മിതത്വം കാണിക്കുക. അത് വുളുവിന്റെ ഒരു ഭാഗമാണ്. പുഴക്കരയിൽ നിന്നാണ് നീ വുളു എടുക്കുന്നതെങ്കിൽ പോലും നീ മിതത്വം കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. നമ്മൾക്കൊക്കെ അവിടെ കാണിക്കാറുള്ള വലിയൊരു അബദ്ധമുണ്ട്. വെള്ളമില്ലാത്ത നാടുകളിലാണ് വെള്ളത്തിന്റെ വില അറിയുക. നമ്മള് പൈപ്പൺ തിരിച്ച് പിന്നെ മുഖം കഴുകുമ്പോഴൊക്കെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെറിയ സോഴ്സിലൊന്നും തന്നെ നമ്മൾ തിരിക്കുക, ഏറ്റവും ഫുള്ളിൽ തിരിച്ചാൽ നമുക്ക് സമാധാനമുള്ളൂ. നല്ല ശക്തിയിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുക, മുഖം ഇങ്ങനെ നമ്മൾ നിന്ന് കഴുകുക, പിന്നെ കുറച്ച് വെള്ളം എടുക്കും, പിന്നെ മുഖം കഴുകും, വെള്ളം അവിടെ ഇങ്ങനെ പോവുകയാണ്. ഇത് മുഖം കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും ഒക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മൾ വുളു എടുക്കാൻ വേണ്ടി പിടിച്ചു ആ വെള്ളം ഉപയോഗിക്കുന്ന വെള്ളം ഒരു ബക്കറ്റിൽ പിടിച്ചു വെച്ചാൽ 2 ആൾക്ക് കുളിക്കാനുള്ള വെള്ളം ഉണ്ടാവും ചിലപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരു മുദ്ദ് കൊണ്ട് വുളു എടുത്തിരുന്നു, ഒരു സാവ് കൊണ്ട് കുളിച്ചിരുന്നു. 2 മുദ്ദ് സാഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹദീസിൽ കാണാം, സ്വാഗ് മുദ്ദ് ഒരു പിന്നെ ഇങ്ങനെ പിടിക്കാണ് സ്വാഗ് എന്ന് പറയാം. അത് 4 തവണയായ മുദ്ദായി. നബി കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത് എങ്ങനെ ഒരു കുപ്പി വെള്ളം കൊണ്ട് കുളിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഹിക്മത്ത് മനസ്സിലാവൂല, അത് എങ്ങനെയൊന്നും മനസ്സിലാവൂല. പക്ഷെ മനസ്സിലാവും. എപ്പോന്നറിയോ? മിനയിലും മുസ്ദലിഫയിലൊക്കെ കുടുങ്ങണം. ഹജ്ജിന് പോയിട്ട് മിനയിലും മുസ്ദലിഫയിലൊക്കെ കുടുങ്ങുമ്പോൾ കയ്യിലൊരു ബോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ എങ്ങനെ കുളിക്കാന്നൊക്കെയാണ് പടി. ഇത് ടാങ്ക് നിറച്ച് വെള്ളമുണ്ട്, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എത്രയും വെള്ളം പോകും. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ പ്രശ്നമില്ല, എത്രയും വെള്ളം നമ്മൾ ദൂർത്താക്കി കളയാനും. ഏതായാലും നമ്മൾ അതിൽ എഴുത്തിതാല് വേണമെന്നാണ്. ഇനി എഴുത്തിതാല് എന്ന് പറഞ്ഞാൽ പിന്നെ എഴുത്തിതാല് കാണിക്കാറ മിതത്വം കാണിക്കാതാണ്. അതിന്റെ അർത്ഥം കഴുകേണ്ടത് കഴുകരുത് എന്നല്ല, നനയേണ്ടത് നനയണം, കഴുകേണ്ടത് കഴുകണം. എന്നാൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യരുത്? വെള്ളം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിയിലും വുളുയിലും വെള്ളം എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? ദുർവിനിയോഗം ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോ ആ കാര്യം നമ്മൾ വുളുവിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ മുദ്ദി, ഒരു മുദ്ദ് കൊണ്ട് വുളു എടുക്കും. വയഗ്തസിലു ബിസ്സാഇ ഇലാ 5 അംദാദ്, ഒരു സ്വാവ് മുതൽ 5 മുദ്ദ് വരെ വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ വെള്ളം ചുരുങ്ങിയ രൂപത്തിൽ ഉപയോഗിക്കുക, അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ വുളുവിന്റെ വാജിബുകൾ പറഞ്ഞു, വുളുവിന്റെ സുന്നത്തുകളും പറഞ്ഞു, വുളുവിന്റെ നിബന്ധനകളും പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രാർത്ഥനകൾ നിർവഹിക്കാനുള്ള നമ്മൾ പ്രത്യേകം അറിയാത്ത പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് പഠിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.